ഞായറാഴ്ച തോറും നാം ആചരിച്ചു വരുന്ന പ്രഭാത ആത്മീയ വിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ സുപരിചിതമെങ്കിലും പൊതുവെ നാം പരിഗണിച്ചാൽ അല്പം പോലും മനസ്സിലാക്കാൻ ഭൂരിപക്ഷം ആളുകളും കൂട്ടാക്കാത്തതുമായ യേശുവിൻ്റെ ഒരു പ്രസ്താവനയെ കേന്ദ്രീകരിച്ച് ചില സുപ്രധാനമായ ആത്മീയ വെളിപ്പെടുത്തലുകൾ നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ആത്മീയമായ പ്രചോദനം എനിക്ക് വിശ്വസ്തനും സർവശക്തനുമായ ദൈവം നൽകുമാറാകട്ടെ എന്ന് വിനീതമായി പ്രാർത്ഥിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ഇതിനു മുൻപ് ഞാൻ കുറഞ്ഞ പക്ഷം 5 വീഡിയോകളെങ്കിലും ചെയ്തിട്ടുണ്ട്. അതിനുമുപരിയായി കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് കഴിഞ്ഞ 2 വർഷങ്ങളിലായി നിങ്ങളുമായി പങ്കിട്ടിട്ടുള്ള 2200-ൽ പരം വീഡിയോകളിൽ പലയിടത്തും ഈ ഭാഗത്തെ ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. അത് സംബന്ധമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അവയിൽ ഒന്നും ഉൾക്കൊള്ളിക്കാത്ത ചില ആത്മീയമായ തിരിച്ചറിവുകളാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കിടുവാൻ എനിക്ക് അവസരം അല്ലെങ്കിൽ ഭാഗ്യം ലഭിച്ചിരിക്കും. ആമുഖം ദീർഘിപ്പിക്കാതെ നമുക്ക് നമ്മുടെ പ്രധാന അന്വേഷണ മേഖലയിലേക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. യേശു പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പിന് കാരമില്ലാതെ പോയാൽ പിന്നെ അതിനെ എന്തുകൊണ്ട് ഗുണപ്പെടുത്തും? അത് വെളിയിലെറിഞ്ഞ് കളഞ്ഞിട്ട് ആളുകൾ ചവിട്ടി മതിക്കാനല്ലേ പിന്നെ അതുകൊണ്ട് പ്രയോജനപ്പെടുകയുള്ളൂ. അതിനുശേഷം യേശു പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആരും വിളക്ക് കത്തിച്ച് പറയിൻ കീഴെ വയ്ക്കാറില്ല, തണ്ടിന്മേലത്തെ വയ്ക്കുന്നത്. അങ്ങനെ ആയാൽ ആ വിളക്കിൻ്റെ പ്രകാശം ആ ഭവനത്തിലുള്ള എല്ലാവരെയും ദീപ്തമാക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സൽപ്രവൃത്തികൾ മറ്റുള്ളവർ കണ്ട് ദൈവത്തെ ബഹുമാനിക്കേണ്ടതിന് നിങ്ങളുടെ സൽപ്രവൃത്തികൾ നിങ്ങളുടെ സാക്ഷ്യങ്ങളായി തന്നെ അവിടെ മുൻപാകെ നിങ്ങൾ നിർവഹിക്കണം എന്നുള്ള ഉപദേശമാണ് ഇവിടെ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന് ആരോടും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമ്മുടെ അന്വേഷണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇവിടെ ഈ ഭാഗത്ത് യേശുവിൻ്റെ പ്രസ്താവനയെ മനസ്സിലാക്കണമെങ്കിൽ യേശു ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ, 3 പ്രധാനപ്പെട്ട ആശയ കേന്ദ്രങ്ങൾ ആദ്യമേ തിരിച്ചറിയണം. ആദ്യം യേശു സൂചിപ്പിക്കുന്നത് ഭൂമി എന്നുള്ളതാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഞാൻ ഈ വിഷയത്തെപ്പറ്റി അനേക പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ശ്രദ്ധ എപ്പോഴും ഉപ്പിന്മേലാണ്. ഉപ്പിന്മേൽ ശ്രദ്ധ വേണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത്. ഭൂമിയെപ്പറ്റി ആരും പറയാറില്ല. രണ്ടാമത്തെ കേന്ദ്രബിന്ദു ലോകം എന്നതാണ്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിൻ്റെ വെളിച്ചമാണ്. മൂന്നാമതായിട്ട് യേശു നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ആശയത്തിൻ്റെ കേന്ദ്രബിന്ദു ദൈവമാണ്. ഈ ലോകത്തിൽ മനുഷ്യജാതി ദൈവത്തെ അറിയുകയും ആദരിക്കുകയും വേണം. ദൈവത്തെ അറിയുന്നതും ആരാധിക്കുന്നതും മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യമാണ്. ഭൗതിക ജീവൻ നിലനിർത്തുന്നതിന് ശ്വാസം എപ്രകാരം ആവശ്യമാണ്, അതുപോലെ തന്നെ ആത്മീയ ജീവിതം നിലനിർത്തുന്നതിന് ദൈവവുമായുള്ള സംസർഗം ആവശ്യമാണ്. ദൈവത്തെ ആദരിക്കുന്ന അനുഭവത്തിൽ മനുഷ്യനായിത്തീരണം. ആരാധന എന്നുള്ളതല്ല, ആദരിക്കുക, ദൈവത്തെ സാക്ഷീകരിക്കുക. നിങ്ങളുടെ വെളിച്ചം ലോകത്തിൻ്റെ മുൻപിൽ പ്രകാശിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഫലമായി ലോകം എന്ന് പറഞ്ഞാൽ അതിൽ വസിക്കുന്ന ജനം
ദൈവത്തെ അറിയുകയും ദൈവം എന്ന് പറയുന്ന ഈ വലിയ സങ്കല്പത്തെ ഉൾക്കൊള്ളുന്ന വിധത്തിൽ അതിൻ്റെ നന്മ ലോകത്തിൽ പ്രാബല്യത്തിൽ വരുത്തത്തക്ക വിധത്തിൽ ജീവിക്കുവാൻ അവർ പ്രേരണ പ്രാപിക്കും എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്, ചിന്തിക്കുവാൻ വളരെ എളുപ്പമാണ്. 3 കാര്യങ്ങൾ നമുക്ക് ആദ്യമേ മനസ്സിൽ കുറിച്ച് വെക്കാം. ലോകം, ഭൂമി, ലോകം, ദൈവം. ഞാൻ യേശു അവതരിപ്പിച്ച അതേ ഓർഡറിൽ, അതേ ക്രമത്തിൽ പറയുകയാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിൻ്റെ വെളിച്ചമാണ്, ദൈവത്തിൻ്റെ സാക്ഷികളാണ്. ഭൂമി, ലോകം, ദൈവം. ഇത് മനസ്സിൽ ഒരുപോലെ സംഗ്രഹിച്ചു വെച്ചെങ്കിൽ മാത്രമേ യേശു അവതരിപ്പിച്ച ആശയം അതിൻ്റെ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഈ ക്രമം ഇപ്രകാരം യേശു അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഭൂമി, ഈ ഭൂമിയുടെ പ്രത്യേകത എന്താണ്? അപ്പോൾ ഈ ഭൂമിയെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ. ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു എന്ന് മാത്രവുമല്ല, ഈ ഭൂമിയിലെ മണ്ണ് ഉപയോഗിച്ചിട്ടാണ്, അതൊരു ധാതുവായി ഉപയോഗിച്ചിട്ടാണ് ദൈവം ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചത്. അപ്പം മനുഷ്യനും ഭൂമിയായുള്ള ബന്ധം. എന്നാൽ കുറച്ചുകൂടെ സ്പഷ്ടമായി ആദ്യ പുസ്തകം വെളിപ്പെടുത്തുന്നത് അതിൽ 2-ാം അധ്യായത്തിൻ്റെ 18-ാം അധ്യായത്തിൽ 15-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കുന്ന അവിടെ അധ്വാനിപ്പാനും ഏദൻ തോട്ടത്തിന് ശുശ്രൂഷ ചെയ്യുവാനുമാണ്, കരുതുവാനുമാണ്. തോട്ടത്തിൽ അധ്വാനിക്കണം, തോട്ടത്തെ കരുതാം. അപ്പോൾ ഈ ഭൂമിയെ മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ മേഖലയായിട്ടാണ് വിഭാവന ചെയ്തിട്ടുള്ളത്. മനുഷ്യൻ്റെ അധ്വാനത്തിൽ ആത്മീകമായ ഒരു കാഴ്ചപ്പാടുണ്ടാകണം, അച്ചടക്കമുണ്ടാകണം. അധ്വാനത്തിൽ ആത്മീയതയുടെ വ്യാകരണം അടങ്ങിയിരിക്കണം. അധ്വാനത്തിൽ നിന്ന് ആത്മീയത ഒഴിച്ചു മാറ്റിയാൽ അധ്വാനം മനുഷ്യൻ്റെ മനുഷ്യത്വത്തെ ഭാരപ്പെടുത്തുകയും അവൻ്റെ സാധ്യതകളെ പരിമിതപ്പെടുത്തുകയും അവനെ ചൂഷണത്തിന് വിധേയമാക്കുവാൻ മാത്രം പര്യാപ്തമാകുന്ന ഒരു വ്യവസ്ഥിതിയുടെ പശ്ചാത്തലമായി അല്ലെങ്കിൽ ചട്ടക്കൂടായി അത് അധപ്പതിച്ചു പോകും എന്ന ഒരു സാധ്യതയുണ്ട്. അത് 3-ാം അധ്യായത്തിൽ വരുമ്പോൾ വളരെ സ്പഷ്ടമാണ്. മനുഷ്യൻ മറുതലിപ്പിൽ കൂടെ ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് മനഃപൂർവ്വം വ്യതിചലിച്ചപ്പോൾ അവന് സംഭവിച്ച അവസ്ഥ എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. ഭൂമിയും മനുഷ്യൻ്റെ അധ്വാനവും തമ്മിലുള്ള സമന്വയം താളം തെറ്റി. നീ നന്നേ അധ്വാനിക്കും, പക്ഷെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കുകയില്ല. നിൻ്റെ അധ്വാനത്തിന് ഫലമായി ഭൂമി മുള്ളും പറക്കാരെയും പുറപ്പെടുവിക്കും. ഇത് പ്രതീകാത്മകമായ പ്രസ്താവനയാണെന്ന് നമുക്കറിയാം. മനുഷ്യനും ഭൂമിയുമായുള്ള ബന്ധം അത് അധ്വാനത്തിൽ കൂടെയാണ്. പക്ഷേ ആ അധ്വാനത്തിൻ്റെ സാധ്യതകളിൽ മനുഷ്യനെ അമ്പരപ്പിക്കുന്ന അധപ്പതനമുണ്ടാകും എന്നതാണ് ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത്. ഇത് വളരെ ശ്രദ്ധേയമാണ്. ഈ ലോകത്ത് അധ്വാനിക്കാത്തവരല്ല പരാധീനത അനുഭവിക്കുന്നത്. ഈ ലോകത്തിൽ അധ്വാനിക്കാത്തവരല്ല പട്ടിണിയിൽ ആണ്ടുപോകുന്നത്. അധ്വാനിച്ചിട്ടും അധ്വാനത്തിൻ്റെ ഫലം കണ്ടെത്തുവാൻ ഭാഗ്യമില്ലാത്തവരാണ് ഈ ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും. മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി അധ്വാനിക്കുമ്പോൾ അധ്വാനത്തിൻ്റെ ആത്മീയമായ വെളിച്ചം എന്ത് എന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് അധ്വാനം അടിമത്വമാണ്, അധ്വാനം ഭാരമാണ്, അധ്വാനം ഒരു ശാപമാണ് എന്ന അവസ്ഥയിൽ കഴിയുന്നവരാണ് ഈ ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകൾ. ഓരോ വ്യക്തിക്കും അവൻ്റെ സ്വഭാവത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും മനോഹാരിത അല്ലെങ്കിൽ പ്രത്യേകത ഒക്കെ യോജിക്കുന്ന അധ്വാനം ചെയ്യുവാൻ ഈ ഭൂമിയുടെ പരപ്പിൽ സാധ്യമാകുന്നില്ല. തങ്ങൾ യഥാർത്ഥത്തിൽ
സന്തോഷം കണ്ടെത്തുന്ന അധ്വാനം നടത്തുവാൻ ഭാഗ്യം ലഭിച്ചവർ വളരെ വളരെ വിരളമാണ്. കുറഞ്ഞ പക്ഷം ഒരു 99% ആളുകളെങ്കിലും അവർ ഇച്ഛിക്കുന്ന ഇടത്തല്ല അധ്വാനം ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് അവരിൽ നിന്ന് അന്യാധീനപ്പെട്ടുകൊണ്ടാണ് പലരും അവിടെ അധ്വാനം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇത് ഈ ലോകത്തിൻ്റെ ഒരു ശാപമാണ്, ഈ ലോകത്തിൻ്റെ ഒരു അവസ്ഥയാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നതിൻ്റെ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു വിശദീകരണമായിട്ടാണ് മനുഷ്യൻ്റെ പതനത്തെ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കൂടെ എനിക്ക് ബോധ്യമായിട്ടുള്ളത്. ഏതായാലും അപ്പോൾ ഭൂമിയെ നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ മേഖലയായിട്ടാണ്. ഇവിടെ നിങ്ങൾ ഉപ്പായിത്തീരണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എപ്രകാരമാണ് അധ്വാനത്തെ മനസ്സിലാക്കേണ്ടത്, എപ്രകാരമാണ് അധ്വാനത്തിൽ മനുഷ്യൻ ദൈവവുമായി പങ്കാളിത്തം വഹിക്കേണ്ടത്, അതുകൊണ്ട് അധ്വാനം ഒരു അനുഗ്രഹമായി തീരാനുള്ള സാധ്യത എന്താണ് എന്നത് ലോകത്തിന് സ്വാഭാവികമായി അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. ഈ ലോകം അന്ധകാരത്തിൽ ആണ്ടുകിടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതാണ്, അന്യാധീനപ്പെടുക. അധ്വാനത്തിൽ നിന്ന് മനുഷ്യൻ അന്യവൽക്കരിക്കപ്പെടുക. ഹ്യൂമൻ ബീയിങ്സ് ഗെറ്റിംഗ് ഏലിയനേറ്റഡ് ഫ്രം ദ വർക്ക് ദാറ്റ് ദേ ഡു. അതിനുള്ള സാഹചര്യങ്ങൾ മാത്രമേ ഈ ലോകത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ചു വെക്കുന്നുള്ളൂ. കാരണം എപ്രകാരം ഒരു വ്യക്തിയെ ചൂഷണം ചെയ്യാം എന്ന അന്വേഷണത്തിലാണ് ലോകത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, നടത്തിക്കൊണ്ടു പോരുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിലെ എല്ലാ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നത് അന്യവൽക്കരണം, ഏലിയനേഷൻ എന്ന തത്വത്തിലാണ്. അത് മനുഷ്യൻ്റെ അധ്വാനത്തെ ഒരു വലിയ ശാപമാക്കി മാറ്റുവാൻ പര്യാപ്തമാണ്. ഈ ഒരു യാഥാർത്ഥ്യത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അവിടെ നിങ്ങൾ എപ്രകാരമുള്ള സാക്ഷ്യം നിർവഹിക്കണം, ഭൂമിയുടെ ഉപ്പായിത്തീരണം. നമുക്കറിയാം, ഉപ്പ് എന്ന് പറയുന്നത് മറഞ്ഞു കിടക്കുന്ന നല്ല ഗുണങ്ങളെ അനുഭവവേദ്യമാക്കി തീർക്കുന്ന മർമ്മമാണ് ഉപ്പ്. അപ്പോൾ സാധാരണഗതിയിൽ മനുഷ്യൻ അന്വേഷിക്കുമ്പോൾ അതൊരു വലിയ അനുഗ്രഹമാണ് എന്ന്, അതൊരു വലിയ പദവിയാണ്, ഒരു പ്രിവിലേജാണ് എന്ന് ആർക്കും ബോധ്യമാകുകയില്ല. ഞാൻ വിവിധ മേഖലകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളൊരു വ്യക്തി എന്ന നിലയിലും അനേകം ആളുകളുമായി അധ്വാനത്തോടുള്ള അവരുടെ സമീപനത്തെ ചർച്ച ചെയ്തിട്ടുള്ള വ്യക്തി എന്ന നിലയിലും ഇതിനെപ്പറ്റി ദീർഘകാലം ചിന്തിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിലും എനിക്ക് വളരെ വ്യക്തമായി ഏവരോടും പറയാൻ സാധിക്കുന്നത്, അധ്വാനത്തിൻ്റെ ആത്മീയത അല്പം പോലും മനസ്സിലാക്കാൻ കഴിയാതെ മനുഷ്യർ അധ്വാനത്തെ ഒരു കഴിയുമെങ്കിൽ മാറ്റിവെക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട ഒരു ഭാരമാണ്, ചിലരുടെ അനുഭവത്തിൽ ഒരു ശാപമാണ് എന്ന ഒരവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത് എനിക്ക് വളരെ സങ്കടമുണ്ടാക്കിയിട്ടുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം സേവനം ചെയ്യുക, അധ്വാനിക്കുക, സർവശക്തിയും ഊർജവും ഉപയോഗിച്ച് അന്വേഷിക്കുക, അധ്വാനിക്കുക, സേവനം ചെയ്യുക എന്നത് എൻ്റെ ജീവിതത്തിൻ്റെ സംതൃപ്തിയായിരുന്നു, സന്തോഷമായിരുന്നു, അഭിമാനമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ദൗത്യത്തിൽ ഇപ്പോഴും ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. പ്രതിഫലം അന്വേഷിക്കാതെ, പ്രതിഫലം പ്രതീക്ഷിക്കാതെ, തിരിച്ചടി ഭയക്കാതെ, ദൈവം നൽകിയ വെളിച്ചത്തെ അനുധാവനം ചെയ്തുകൊണ്ട് ജനത്തിന് വല്ല വിധേനയും എന്തെങ്കിലും നന്മയുടെ ഒരു ചെറിയ കിരണമെങ്കിലും ഉണ്ടാകണം എന്ന പ്രതീക്ഷയിൽ അന്ത്യശ്വാസം വരെ അധ്വാനിക്കുവാനുള്ള ഒരാവേശം നിലനിൽക്കുന്നതിൻ്റെ കാര്യം അധ്വാനത്തെ പറ്റിയുള്ള ഒരു തിരിച്ചറിവാണ് എന്ന് ഈ സമയത്ത് സവിനയം ഏവരോടും എൻ്റെ സാക്ഷ്യമെന്ന നിലയിൽ ഞാൻ പങ്കിടട്ടെ. അത് എനിക്ക് ദൈവം നൽകിയ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതേസമയം ഞാൻ അധ്വാനിക്കുന്നത് വയറ്റിപ്പിഴപ്പിന് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ എൻ്റെ സ്വകാര്യമായ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് എങ്കിൽ ഇപ്രകാരമുള്ള ഒരു അവസ്ഥയിൽ എത്തിപ്പെടുവാൻ ആർക്കും സാധ്യമല്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ അറിയുന്ന, ദൈവത്തെ അനുഭവിക്കുന്ന, ദൈവത്തോടുള്ള പങ്കാളിത്തത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്തിന് കാഴ്ചവെക്കേണ്ട ഒരു സാക്ഷ്യമുണ്ട്, ഈ ലോകത്തിനുമായി പങ്കിടേണ്ട ഒരു
തിരിച്ചറിവുണ്ട്. എന്താണ്? നാം അധ്വാനിക്കുമ്പോൾ ഒരു പങ്കാളിത്തത്തിലാണ് നാം ആയിത്തീരുന്നത്. അത് ദൈവവുമായുള്ള പങ്കാളിത്തത്തിനാണ്. നാം ഏത് മേഖലയിൽ അധ്വാനിച്ചാലും സേവനം ചെയ്താലും അതൊക്കെയും ദൈവവുമായുള്ള പങ്കാളിത്തത്തിലായിരിക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ അധ്വാനത്തിന് അത്ഭുതകരമായ ഫലമുണ്ടാകും. ആ ഫലം അധ്വാനിക്കുന്ന ആളിൻ്റെ പോക്കറ്റ് വീർപ്പിക്കുന്നതാകണമെന്നില്ല. നഷ്ടമുണ്ടാകും. എൻ്റെ അനുഭവത്തിൽ നഷ്ടം വളരെയധികം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ചില ആളുകൾക്കെങ്കിലും അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ എന്താണ് പറയുന്നത്, റിവാർഡ്, ഏറ്റവും വലിയ നേട്ടം, ഏറ്റവും വലിയ അനുഗ്രഹം എന്ന സമയത്ത് സൂചിപ്പിക്കട്ടെ. ആ ഒരു കാഴ്ചപ്പാടിൽ ലോകത്തിൽ മനുഷ്യർ അധ്വാനത്തോടുള്ള ഒരു സമീപനത്തെ ഒന്ന് തിരുത്തി എഴുതാൻ ശ്രമിച്ചാൽ ഈ ലോകം സ്വർഗമായി തീരും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയുടെ ഉപ്പായി പ്രവർത്തിക്കണം. അപ്പം മനുഷ്യൻ എപ്രകാരം അധ്വാനിക്കണം, അല്ലെങ്കിൽ അധ്വാനത്തെപ്പറ്റി മനുഷ്യൻ എങ്ങനെ മനസ്സിലാക്കണം, അധ്വാനത്തിൽ മനുഷ്യൻ വെച്ചു പുലർത്തേണ്ട കാഴ്ചപ്പാട്, അതിൽ കൂടെ അവൻ വെളിപ്പെടുത്തേണ്ട ആത്മീയമായ സനാതനമായ ആത്മീയമായ സത്യം എന്താണ് എന്നതാണ് യേശു സൂചിപ്പിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം യേശുവിൻ്റെ പഠിപ്പീരുകളിൽ അധ്വാനത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. യേശുവിൻ്റെ ഉപമകളിൽ, പ്രത്യേകിച്ച് താലന്തുകളുടെ ഉപമ, അങ്ങനെയൊക്കെ നാം നോക്കുമ്പോൾ അധ്വാനത്തിന് എത്ര അധികം പ്രാധാന്യം യേശു കൽപ്പിച്ചിരുന്നു. തന്നെയുമല്ല, തൻ്റെ വ്യക്തിത്വത്തെ തന്നെ യേശു മനസ്സിലാക്കുന്നത് അധ്വാനത്തിൽ യേശു തിരിച്ചറിഞ്ഞ ആത്മീയത കൊണ്ടാണ്. എൻ്റെ പിതാവിൻ്റെ ഹിതം നിർവഹിക്കുന്നത് എനിക്ക് ഭക്ഷണവും പാനീയവുമാണ് എന്നൊരു വ്യക്തി പറയണമെങ്കിൽ അധ്വാനത്തെപ്പറ്റി അദ്ദേഹത്തിന് അത്രമാത്രം ആത്മീയമായ വെളിച്ചം ഏറിയ ഒരു തിരിച്ചറിവുണ്ടായതുകൊണ്ട് മാത്രമാണ്. അവൻ ഓടി നടന്ന് നന്മ ചെയ്തു, പ്രതിഫലേച്ഛയില്ലാതെ സേവനം ചെയ്തു എന്ന് പറയുമ്പോൾ അധ്വാനത്തെപ്പറ്റി യേശു എന്ന വ്യക്തിക്ക് വളരെ കൃത്യമായ, വളരെ സ്പഷ്ടമായ, വളരെ വീര്യമേറിയ ഒരു ധാരണയുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു, കാഴ്ചപ്പാടുണ്ടായിരുന്നു. യാതൊരു സംശയമില്ല. ഇപ്പം നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിൽ വസിക്കാം എന്ന് യേശു പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ അധ്വാന മേഖലയിൽ കൂടെ നമുക്ക് അനുഭവിപ്പാൻ ഇടയാകണം. അപ്പോൾ വലിയ അനുഗ്രഹത്തിന് വഴിയൊരുക്കും എന്നതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് യേശു പറയുന്നത്, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അധ്വാനിക്കുമ്പോൾ ആ അധ്വാനത്തിലൊരു അന്വേഷണം ഉണ്ടാകണം. എന്താണ് അന്വേഷണം? കൂടുതൽ കയറ്റം കിട്ടണമെന്നോ, കൂടുതൽ കൈക്കൂലി വാങ്ങിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നതെന്നോ, എങ്ങനെയാണ് സർക്കാരിൻ്റെ കണ്ണു വെട്ടിച്ച് കള്ളപ്പണം ഉണ്ടാക്കണോ, ഇതല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത്. നിങ്ങൾ ഏത് ജോലിയിലായിരുന്നാലും, ഏത് മേഖലയിൽ സേവനം ചെയ്താലും മുൻപേ എല്ലാറ്റിനും ഉപരി, സർവോപരി ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ രാജ്യവും അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടെത്തും. കണ്ടെത്തിയാൽ നിങ്ങൾ വെളിപ്പെടുത്തും. അന്വേഷിപ്പീൻ, നിങ്ങൾ കണ്ടെത്തും. കണ്ടെത്തിയാൽ എന്താകും? കണ്ടെത്തുന്നത് നമ്മൾ മറ്റുള്ളവരുമായി പങ്കിടും. അതിൻ്റെ പേരാണ് സാക്ഷ്യം. ഇപ്പോഴത്തെ സാക്ഷ്യമോ കണ്ടെത്താത്തത് കള്ളത്തിൻ്റെ ഭാഷയിൽ മറ്റുള്ളവരുടെ മുൻപിൽ അഭിനയിച്ച് കാണിക്കുന്നതിനാണ് ഈ കാലത്ത് സാക്ഷ്യം എന്ന് പറയുന്നത്. ആ സാക്ഷ്യം പരസ്യമാണ്. അതിൽ ആത്മീയത തൊട്ട് തേച്ചിട്ടില്ല. അതിനെപ്പറ്റി നാം ലജ്ജിക്കണം. എന്നാൽ സാക്ഷ്യം എന്നത് എന്താണ്? നാം നിർവഹിക്കുന്ന സേവനത്തിൽ, അധ്വാനത്തിൽ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ നാം പ്രത്യേകമായ ചിലത് കണ്ടെത്തുന്നു. ആ കണ്ടെത്തുന്നത് സ്വന്തം അനുഭവത്തിൻ്റെ ആധികാരികതയിൽ മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാക്കി തീർക്കുന്നതിൻ്റെ പേരാണ് സാക്ഷ്യം. അത് നാക്കുകൊണ്ടൊരു വാക്ക് പറയണമെന്നില്ല. നാം ആയിരുന്നാൽ മതി. എപ്രകാരമാണ് ഉപ്പ് പാചകം ചെയ്ത ഭക്ഷണത്തിൽ ചേർന്ന് അതിൻ്റെ ഉള്ളിൽ നന്മയുണ്ടായിരുന്നു എന്ന് നിശബ്ദമായി വെളിപ്പെടുത്തുന്നത്, അതുപോലെ ആയിരിക്കണം ക്രിസ്ത്യാനിയുടെ സാക്ഷ്യം. ഒരു ആത്മീയ വ്യക്തിത്വമുള്ള ആളിൻ്റെ സാക്ഷ്യം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പ്. ഇനി ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ലോകം എന്ന് പറയുമ്പോൾ അത് ഭൂമിയല്ല. ഭൂമി അതിൽ ഉൾപ്പെടുമെങ്കിലും ലോകം എന്ന് കൊണ്ട് നാം മനസ്സിലാക്കുന്നത് മനുഷ്യൻ്റെ ചിന്തകളുടെ ലോകമാണ്.
നാം ഈ ലോകത്തെ അറിയുന്നത്, ഇപ്പോൾ അവിടെ ഒരു ചെടി നിൽക്കുന്നു, അവിടെ ഒരു മരം നിൽക്കുന്നു, അവിടെ ഒരു മൃഗം നിൽക്കുന്നു, അവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നു. ഞാനതിനെങ്ങനെയാണ് അറിയുന്നത്? അതിനെ അതിൽ തന്നെ അറിയാൻ എനിക്ക് സാധ്യമല്ല. അതിനെപ്പറ്റിയുള്ള എൻ്റെ ഒരു സങ്കല്പമുണ്ട്. ആ ഒരു ധാരണയുണ്ട്. ആ ധാരണയിൽ കൂടെ മാത്രമേ എനിക്കതിനെ അറിയാൻ, അല്ലാതെ ഒരു മരത്തിൻ്റെ അകത്ത് കയറി എനിക്ക് മനസ്സിലാക്കാൻ മരം എന്നാൽ എന്താണ്? ഇപ്പം മാവ് അല്ലെങ്കിൽ പ്ലാവ് അല്ലെങ്കിൽ തെങ്ങ് ഇന്നതാണ് എന്ന ഒരു സങ്കല്പം, ഒരു ധാരണ എൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ ആകൃതി ഇങ്ങനെയാണ്, അതിൽ നിന്ന് ഇന്ന ഫലം പ്രതീക്ഷിക്കാം, അതിൻ്റെ ഇലയുടെ ഷേപ്പ് ഇതാണ്, അതിൻ്റെ തടി ഇങ്ങനെ ആയിരിക്കും. അതൊക്കെ വെച്ച് വരുമ്പോൾ അത് തെങ്ങാണ് അല്ലെങ്കിൽ മാവാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുക എന്ന് പറഞ്ഞ പോലും ശരിയല്ല, അതിനെ തിരിച്ചറിയാൻ സാധിക്കും. ഞാനൊരു തെങ്ങിനെയും മനസ്സിലാക്കുന്നത്, ഒരു മാവിനെയും ഒരു പ്ലാവിനെയും ഒരു പോത്തിനെയും ഒരു കഴുതയെയും ഞാൻ മനസ്സിലാക്കുന്നില്ല, ഞാൻ തിരിച്ചറിയുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ലോകമെന്നത് ഓരോ വ്യക്തിയും അവൻ്റെ തിരിച്ചറിവിൽ കൂടെ അവന് വേണ്ടി നിർമ്മിക്കുന്നതാണ്. എൻ്റെ ലോകം നിങ്ങളുടെ ലോകമായിരിക്കുകയില്ല, ഒരിക്കലും ആയിരിക്കുകയില്ല. നിങ്ങളുടെ ലോകം എൻ്റെ ലോകമായിരിക്കുകയില്ല. അപ്പോൾ ഈ വീഡിയോ 500 പേര് അല്ലെങ്കിൽ 1000 പേര് കാണുന്നെങ്കിൽ ആ 1000 ലോകങ്ങളുണ്ടായിരിക്കും. നാം ഒരു ലോകത്തിലല്ല വസിക്കുന്നത്. ഇതൊരു ലോകമാണെന്ന് പറയുന്നത് താത്വികമായി തെറ്റാണ്. കാരണം എൻ്റെ ധാരണ, അതിൻ്റേതായ പ്രത്യേകമായ രുചി എൻ്റെ കഴിഞ്ഞ കാല അനുഭവങ്ങളിൽ കൂടെ, ഇപ്പം ഞാൻ ചെറുപ്പത്തിൽ തെങ്ങിൽ കയറിയിട്ടുണ്ട് എങ്കിൽ ഞാനിപ്പോൾ തെങ്ങെന്ന് പറയുമ്പോൾ അതിലെൻ്റെ അനുഭവം കൂടെ കലർന്നിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് നല്ല പരിചയമായിരുന്നു. വലിയ കല്ലെടുത്ത് ഞാൻ തേങ്ങ എറിഞ്ഞിടുമായിരുന്നു. ഒട്ടും അതിശോക്തി പറയല്ല, അത്രമാത്രം എനിക്ക് ഉന്നത്തിലേറിയ. അപ്പം തെങ്ങിൽ നിന്ന് തേങ്ങ എറിഞ്ഞിടുന്ന അനുഭവമുള്ള ഞാൻ, തെങ്ങെന്ന് പറയുമ്പോൾ എൻ്റെ ആ ഒരു സങ്കല്പം, എൻ്റെ ഒരു ധാരണ, അത് ഈ അനുഭവമില്ലാത്ത ഒരാളുടെ ധാരണയിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ എൻ്റെ തെങ്ങും നിങ്ങളറിയുന്ന തെങ്ങും വ്യത്യാസമുള്ളതാണ്. അപ്പം എൻ്റെ അടുത്ത് ഒരു വീട്ടിൽ തെങ്ങ് വീണ ആൾ മരിച്ചു എന്ന് വിചാരിക്കാം. ആ സംഭവവും തെങ്ങെന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസത്തോട് എപ്പോഴും ചേർന്നിരിക്കും. അതൊരു വൈകാരികമായ ഒരു ഘടകം അതിൽ എഴുതി ചേർക്കും. ഇങ്ങനെയുള്ള വൈവിധ്യങ്ങൾ വളരെയധികമാണ്. അതുകൊണ്ട് എൻ്റെ ലോകവും നിങ്ങളുടെ ലോകവും വ്യത്യസ്തമാണ്. അങ്ങനെ ഇപ്പോഴത്തെ കണക്കിൽ പറഞ്ഞാൽ ഏതാണ്ട് 800-850 കോടി ലോകങ്ങളുടെ ഒരു സമാഹാരമാണ് ഈ ലോകമെന്ന് പറയുന്നത്. ഇപ്പോൾ അമേരിക്കയിലുള്ള ലോകവും എൻ്റെ ലോകവും തമ്മിൽ യാതൊരു സാമ്യവുമില്ല. അത് പരസ്പരം സ്പർശിക്കുന്നവരല്ല. ദർ ഇസ് നോ പോയിൻ്റ് ഓഫ് കോൺടാക്റ്റ്. എന്നാൽ ഇങ്ങനെ ആയിരിക്കെ ലോകത്തിൻ്റെ വെളിച്ചമായി തീരുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ലോകത്തെ പറ്റിയുള്ള ധാരണ അവൻ നിർമ്മിക്കുമ്പോൾ, അവൻ ആർജിക്കുമ്പോൾ, സ്വാഭാവികമായി അതിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ദൈവം അതിൽ പ്രവർത്തിക്കുന്നുണ്ട് ദൈവത്തിൻ്റേതായ വിധത്തിൽ എന്നത് തിരിച്ചറിയാൻ പ്രയാസമാണ്. എന്നാൽ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറയുന്ന സൂര്യചന്ദ്രന്മാരല്ല, ദൈവമാണ്. ദൈവം വെളിച്ചമാണ്. ആ വെളിച്ചമില്ലാത്ത ലോകം അന്ധകാരത്തിലാണ്. സൃഷ്ടിയും സൃഷ്ടികർത്താവുമായുള്ള ബന്ധം അറ്റുപോകുമ്പോൾ സൃഷ്ടി വികൃതമായി പോകുന്നു. അതിൻ്റെ പല ഘടകങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പരിണിത ഫലങ്ങളാണ് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. എവിടെയെല്ലാം മനുഷ്യനും ദൈവവുമായി, മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധം അറ്റുപോകുന്നു, അവിടെയെല്ലാം വളരെ ഭീകരമായ പരിണിത ഫലങ്ങളുണ്ടാകും. അതുകൊണ്ട് സൃഷ്ടി അതിൻ്റേതായ മഹത്വമേറിയ സ്വഭാവത്തെ നിലനിർത്തണമെങ്കിൽ ഈ ലോകം, നമുക്കറിയാം ദൈവം സൃഷ്ടിച്ചു എല്ലാം നല്ലത് എന്ന് കണ്ടു. പക്ഷെ നാം ഇപ്പോൾ നോക്കുമ്പോൾ ഈ ലോകം തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു കാരണമുണ്ട്. ഈ ലോകം അന്ധകാരത്തിലായിട്ടാണ്. ഈ ലോകം അന്ധകാരത്തിലായത് ഈ ലോകത്തിൽ എപ്പോഴും സ്ഥിതി ചെയ്യുകയും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ജീവനുള്ള മർമ്മമായ ദൈവവുമായുള്ള ബന്ധം ഉപേക്ഷിച്ചത് കൊണ്ടാണ്. അങ്ങനെയാണ് ലോകത്തിൻ്റെ വെളിച്ചം അസ്തമിച്ചു പോയത്.
അത് തിരിച്ചു കിട്ടുവാൻ ഈ ലോകത്തിന് ആവശ്യമുണ്ട്. മനുഷ്യൻ്റെ ചിന്ത, മനുഷ്യൻ്റെ കാഴ്ചപ്പാട്, മനുഷ്യൻ്റെ പരസ്പരമായ ബന്ധങ്ങൾ, മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ, മനുഷ്യൻ നിർമ്മിക്കുന്ന സംസ്കാരം, സ്ഥാപനം, പ്രസ്ഥാനം ഇവയൊക്കെയും അന്ധകാരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ ചുവയുള്ളതായി തീർന്നതിൻ്റെ കാര്യം മനുഷ്യൻ വെളിച്ചത്തിൽ നിന്ന് മുഖം തിരിച്ച് ഇരുട്ടിലേക്ക് പ്രയാണം ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളും ഈ ലോകവുമായുള്ള ബന്ധത്തെ നിങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും അനുവർത്തിക്കുകയും ചെയ്യുന്ന വിധത്തിൽ കൂടെ നിങ്ങളെ അറിയാവുന്നവർക്ക് ഈ ലോകവും ദൈവവുമായി, ലോകത്തിൻ്റെ വെളിച്ചവുമായ ദൈവവുമായുള്ള ബന്ധം എപ്രകാരമായിരിക്കണം എന്നതിനെപ്പറ്റി ഒരു തിരിച്ചറിവുണ്ടാകണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായി തീരും. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വെളിച്ചമില്ല. ചന്ദ്രൻ എപ്രകാരമാണ് സൂര്യൻ്റെ വെളിച്ചം പ്രതിബിംബിച്ച് രാത്രിയിൽ മനുഷ്യർക്ക് വെളിച്ചം നൽകത്തക്കവണ്ണം സ്ഥിതി ചെയ്യുന്നത്, അപ്രകാരം തന്നെ വിശ്വാസി അവനിൽ വെളിച്ചമില്ല എങ്കിലും വെളിച്ചത്തിൻ്റെ ഉറവിടമായ ദൈവവുമായുള്ള തൻ്റെ ബന്ധത്തിൽ കൂടെ ആ വെളിച്ചത്തെ ആർജിച്ച് അന്ധകാരത്തിൽ ആണ്ടുകിടക്കുന്ന ലോകത്തിന് പ്രയോജനമായി തീരത്തക്കവണ്ണം കൈമാറ്റം ചെയ്യുവാനുള്ള അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ പ്രാപിപ്പാൻ സാധിക്കുമെന്നതാണ് യേശു ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലോകമെന്ന് പറയുന്നത് നമ്മുടെ ചിന്ത കൊണ്ട്, നമ്മുടെ തിരിച്ചറിവ് കൊണ്ട്, നമ്മുടെ എന്താ പറയുന്നത് പെർസെപ്ഷൻ, കൺസെപ്ഷൻ, റെക്കഗ്നീഷൻ ഇവ കൊണ്ട് നാം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണിത്. അത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അത് നമ്മുടെ സ്വാധീന പരിധിയിലുള്ള ആളുകളുടെ ലോകദർശനത്തിൽ ദൈവമെന്ന വെളിച്ചം കടന്നു വരത്തക്കവണ്ണം നമ്മുടെ വ്യക്തിത്വത്തെ വളർത്തുവാനും സംരക്ഷിക്കുവാനുള്ള കടമയുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അങ്ങനെ നിങ്ങളായിത്തീർന്നാൽ കുറഞ്ഞ പക്ഷേ നിങ്ങളുടെ ഭവനത്തിലെങ്കിലും ആ വെളിച്ചം ഉണ്ടായിത്തീരും. ദൈവ കേന്ദ്രീകൃതമായ ഒരു ഭവന സംസ്കാരം, ഗാർഹിക സംസ്കാരം നിങ്ങളുടെ വ്യക്തിപരമായ വെളിച്ചത്തിൽ കൂടെ ഉള്ളെടുക്കുവാൻ സാധ്യതയുണ്ട്. ആ സാധ്യതയ്ക്ക് നിങ്ങൾ അർഹിക്കുന്ന പ്രാധാന്യം കൽപ്പിക്കണം. അങ്ങനെ ഓരോ ഭവനവും ദൈവഭക്തിയാൽ ദീപ്തമായി കഴിഞ്ഞാൽ ഈ ലോകം അത്ഭുതകരമായ രൂപാന്തരം പ്രാപിക്കും എന്നത് ഒരു പ്രാവർത്തികമായ സത്യം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ അത് തിരിച്ചറിയാം. മൂന്നാമത്തെ സങ്കല്പമാണ് ദൈവം. ഈ മൂന്നാമത്തെ സങ്കല്പം ഉള്ളതുകൊണ്ടാണ് ആദ്യത്തെ രണ്ട് സങ്കല്പങ്ങൾ യേശു അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകേണ്ടത്? സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ എനിക്ക് എൻ്റെ വയറ്, പിന്നെ എൻ്റെ കുടുംബം, അല്ല ഭൂമിയോട് എന്തിനാണ് ഇത്ര ചിന്തയും കരുതലും വേണ്ടത്? നമുക്കതീതമായി വർത്തിക്കുന്ന നമ്മുടെ തന്നെ വ്യക്തിത്വത്തിൻ്റെ മർമ്മത്തിൻ്റെ ഉറവിടമായ ഒരു ദൈവമുണ്ട്, ഒരു ശക്തിയുണ്ട്. നാം എന്തുകൊണ്ടാണ് ലോകത്തിൻ്റെ വെളിച്ചമായി തീരുന്നത്? നമ്മുടെ ഉള്ളിൽ നമ്മുടേതെന്ന് അവകാശപ്പെടാവുന്ന വെളിച്ചമില്ല എങ്കിലും, നാം വെളിച്ചത്തിൻ്റെ ഉറവിടമല്ല എങ്കിലും വെളിച്ചത്തിൻ്റെ ഉറവിടമായ ഒരു സ്രോതസ്സായ ദൈവമുണ്ട്. ആ ഒരു വലിയ സാധ്യതയോട് നമുക്ക് ബന്ധമുള്ളിടത്തോളം കാലം ആ യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ പ്രതിബിംബിച്ചേ മതിയാകുകയുള്ളൂ. നമുക്കറിയാം, നാം ആരോട് ബന്ധം പുലർത്തിയാലും ആ വ്യക്തിയുടെ പ്രത്യേകത നമ്മളിലേക്ക് ഒരു തോതിൽ അല്ലെങ്കിൽ മറ്റൊരു തോതിൽ പകർന്നിരിക്കും. അത് മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മുടെ വ്യക്തിത്വത്തെ നാം ആരോട് കൂട്ടായ്മ ആചരിക്കുന്നു അത് കാര്യമായി സ്വാധീനിക്കും, യാതൊരു സംശയമില്ല. അത് നാം ആരോട് ബന്ധം പുലർത്തുന്നു, ആരോട് കൂട്ടായ്മ ആചരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ വ്യക്തിത്വത്തിൽ വളർച്ചയില്ലാത്തൊരു വ്യക്തിയോട് നാം ബന്ധം പുലർത്തിയാൽ നമ്മളെ സ്വാധീനിക്കുക. അതേസമയം വ്യക്തിത്വം വളരെ വളർച്ച പ്രാപിച്ച് അതിമാഹാത്മ്യമുള്ള ശക്തമായ വ്യക്തിത്വമുള്ളൊരു ആളുമായി വ്യക്തിയുമായി നാം പരിചയപ്പെടുമ്പോൾ, ഇടപെടുമ്പോൾ, കൂട്ടായ്മ ആചരിക്കുമ്പോൾ തീർച്ചയായും അത് നമ്മെ വളരെ ശക്തമായി സ്വാധീനിക്കും. അതുകൊണ്ടാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തെ അവഗണിക്കുവാൻ ആർക്കും കഴിയാതെ പോയത്. അവനെ വെറുത്തവർക്കും അവനെ അനുഗമിച്ചവർക്കും അവൻ്റെ വ്യക്തിത്വം അവഗണിച്ചുകൂടാൻ കഴിയാത്ത ഒരു വലിയ ശക്തിയായിരുന്നു. അതൊരു പ്രത്യേകമായ മർമ്മമാണ്, പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൽ അപ്രകാരമുള്ള സാധ്യതകൾ വിറങ്ങലിച്ച് നിൽപ്പുണ്ട്, ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതിനെ ഉണർത്തുവാനും വളർത്തുവാനും മറ്റുള്ളവർക്കത് അനുഗ്രഹമായി തീരത്തക്കവണ്ണം പ്രയോഗിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും നമുക്ക് ഇടയാകണം എന്നതാണ് യേശുവിൻ്റെ താല്പര്യം. അതുകൊണ്ടാണ് യേശു പറയുന്നത്,
നിങ്ങൾ ഭൂമിയുടെ ഉപ്പായും ലോകത്തിൻ്റെ വെളിച്ചവുമായും പരിലസിക്കണമെങ്കിൽ അതിൻ്റെ മർമ്മം എന്താണ്? ദൈവം എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ ഇന്ന് ആധുനിക മനുഷ്യൻ്റെ ഏറ്റവും വലിയ തത്രപ്പാട് എന്താണ്? ദൈവമില്ല എന്ന് സമർത്ഥിക്കുക. അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഒരു വിദ്വാൻ ഓടി നടന്ന് പറയുന്നത് പോലെ ദൈവം മരമണ്ടനാണ്, കണ്ടാൽ ഓടിച്ചിട്ട് തല്ലണം എന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിശാലമായ ദർശനത്തെ ഉൾക്കൊള്ളുവാനുള്ള കേൾപ്പില്ലാത്തത് കൊണ്ടാണ്. അതനുസരിച്ച് ജീവിച്ചാൽ ജീവിതത്തിൽ ചില അച്ചടക്കങ്ങൾ പാലിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ വ്യക്തിത്വത്തിൻ്റെ ഈ കടിഞ്ഞാണില്ലാത്ത സ്വാതന്ത്ര്യത്തിന് പരിമിതി സംഭവിക്കുമോ എന്നൊരു ഭീതി ഇതിൽ വർത്തിക്കുന്നുണ്ട്. അനാർക്കിക് ഫ്രീഡം എന്ന് പറയും, അനാർക്കിക് ഫ്രീഡം. എനിക്ക് എൻ്റെ കാര്യം മാത്രം, എൻ്റെ വികാരങ്ങൾ, എൻ്റെ ശരീരത്തിൻ്റെ പ്രവണതകൾ പിരിമുറുകുമ്പോൾ ഞാൻ എൻ്റെ വഴിയെ പോകും. അതിന് ചോദിക്കാൻ നീ ആരാടാ? ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ പറഞ്ഞവനാണ്. എനിക്ക് എൻ്റെ മക്കളോട് പോലും കടമയില്ല. ഭാര്യയോട് കടമ വരാതിരിക്കാൻ ഞാൻ വിവാഹം കഴിക്കാതെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചു കൊള്ളാം എന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്ന് കേരളത്തിൽ കിട്ടുന്ന കയ്യടി വളരെ അത്ഭുതാവഹമാണ്. ഇതിൻ്റെയൊക്കെ മൂല കാരണം എന്താണെന്ന് മനസ്സിലാകണം. ഒരുത്തൻ അവന് വേണ്ടി മാത്രം ജീവിച്ചാൽ അത് മാത്രമാണ് അവൻ്റെ കാഴ്ചപ്പാടെങ്കിൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് പറഞ്ഞാൽ അയ്യേ ഇവനെന്താ ഈ പൊട്ടത്തരം എന്താ പറയുന്നതെന്നേ മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ ലോകത്തിന് വിളിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ജോലിയൊന്നുമില്ല എന്ന് പറയും. അത് എന്തുകൊണ്ടാണ് ഒരു വ്യക്തി അപ്രകാരമുള്ള നിലപാടെടുക്കുന്നത് എന്നതിനെപ്പറ്റി തിരിച്ചറിയാൻ വയ്യാതെ ആളുകൾ ഇന്ന് വളരെ ചിന്താക്കുഴപ്പത്തിലായിരിക്കുന്നതും കൊണ്ടുകൂടെയാണ് ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഈ ചിന്തകൾ വളരെ വ്യക്തമായി ശക്തമായി എൻ്റെ ഉള്ളിൽ പതിച്ചത് എന്നാണ് ഞാൻ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ സാധാരണ 6 മണിക്ക് ഞായറാഴ്ചത്തേക്കുള്ള ചിന്തകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്ന് അത് ചെയ്യാത്തതിൻ്റെ കാര്യം, ഇന്നലെ ഇതിനെപ്പറ്റി യാതൊരു ചിന്തയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഇന്ന് എന്താണ് എന്നെ സ്നേഹിക്കുന്ന നിങ്ങളുമായി പങ്കിടേണ്ടതെന്നതിനെപ്പറ്റി എൻ്റെ മനസ്സിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് തരുവാൻ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ ഏതാണ്ട് 6:45 എൻ്റെ മനസ്സിൽ ചില ചിന്തകൾ കൂടി വന്നു. അത് ഞാൻ നിങ്ങളുമായി പങ്കിടുകയാണ്. അതിപ്പോൾ സ്ഥിതി ചെയ്യുന്ന പശ്ചാത്തലവുമായി അടുത്ത ബന്ധമുള്ളതുകൊണ്ട് ഇത് കൃത്യമായും പങ്കിടേണ്ട ആശയങ്ങൾ തന്നെയാണ് എന്ന് എൻ്റെ മനസ്സ് വളരെ വ്യക്തമായി എന്നെ അറിയിക്കുന്നുണ്ട്. ആ ധൈര്യത്തിൽ മാത്രമാണ് ഞാൻ ഈ ചിന്തകൾ പങ്കിടുന്നത്. അതുകൊണ്ട് മനുഷ്യർക്ക് വളരെ ഉദാത്തമായ ഒരു ലക്ഷ്യമാണ് ദൈവം വിഭാവന ചെയ്തിരിക്കുന്നത്. നാം നമ്മുടെ ചെറിയ ചെറിയ ലോകത്തിൽ ചെറിയ ചെറിയ ഇടങ്ങളിൽ ഇങ്ങനെ തങ്ങിക്കിടക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തിത്വത്തിൽ അടങ്ങിയിരിക്കുന്ന സാധ്യതകളുടെ അത്ഭുതാവഹമായ വശങ്ങൾ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളർച്ച പ്രാപിക്കാൻ ഇടയാകുന്നില്ല. വളർച്ച പ്രാപിക്കാത്തവർ ഇത്തിളുകളെ പോലെ ആരെങ്കിലും ആശ്രയിച്ചിങ്ങനെ കിടക്കും. അവരൊരിക്കലും അവരാരാണെന്ന് പോലും തിരിച്ചറിയാതെ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതിന് മുമ്പേ ഈ ലോകം വിട്ട് എന്നേക്കുമായി കണ്ണടഞ്ഞു പോകും. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം. ദ ഗ്രേറ്റസ്റ്റ് ട്രാജഡി ഇൻ ദ വേൾഡ് ഈസ് എ ലൈഫ് ഡിസപ്പിയറിങ് ഇൻ ടു നത്തിങ്നെസ് ബിഫോർ ഇറ്റ് ഓപ്പൺസ് ഇറ്റ്സ് ഐസ് എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന വലിയ ആഗ്രഹത്തിലും പ്രത്യാശയിലുമാണ് ഞാൻ ഈ ദൗത്യം നിർവഹിക്കുന്നത്. അപ്പോൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന, നമുക്ക് വിഭാവന ചെയ്യപ്പെട്ടിരിക്കുന്ന ഉദാത്തമായ ലക്ഷ്യം എന്താണ്? ഭൂമിയുടെ ഉപ്പായി ലോകത്തിൻ്റെ വെളിച്ചമായി. ഈ ഒരു കാര്യം കൊണ്ട് സൂചിപ്പിച്ച് ചിന്ത അവസാനിപ്പിക്കാൻ പോവുകയാണ്. നാം ഈ പ്രസ്താവന പരിഗണിക്കുമ്പോൾ ഇതിൽ പൊതുവായുള്ള ഘടകം എന്താണെന്ന് ചോദിച്ചാൽ, നാം എല്ലാറ്റിനെയും അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കിയിട്ട് വേണം. നമ്മൾ എത്ര തുച്ഛമായ ആളുകളാണെന്ന് വിചാരിച്ചാൽ തന്നെയും നമ്മുടേതായ നിലപാടുകൾ രൂപീകരിക്കേണ്ടത്. ഇപ്പോൾ ഭൂമിയുടെ ഉപ്പ്, ഈ ഭൂമിയെ മുഴുവനും അതിൻ്റെ പൂർണ്ണതയിൽ ഒന്ന് ഉൾക്കൊള്ളുവാൻ നാം ശ്രമിക്കണം. അല്ലെങ്കിൽ നാം ചെറിയ ചെറിയ അല്പത്തരത്തിൻ്റെ പ്രതിഭാസങ്ങളായി വളരെ അപഹാസ്യമായൊരവസ്ഥയിൽ തുടർന്നുകൊണ്ടേയിരിക്കും. ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഈ ലോകത്തെ മുഴുവനും നമ്മുടെ ഉള്ളിൽ വഹിക്കുവാൻ നമുക്കൊരു കടമയുണ്ട്. നാം എത്ര നിസ്സാരപ്പെട്ട ആളുകളാണെങ്കിലും, ഏത് കുണ്ടാങ്കുഴി കിടക്കുന്ന വ്യക്തിയാണെങ്കിലും, അക്ഷരാഭ്യാസമില്ലാത്ത വ്യക്തിയാണെങ്കിൽ പോലും ഈ ഭൂമിയെയും ഈ ലോകത്തെയും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന കൃപകളുടെ ബാഹുല്യം അനുസരിച്ച് പൂർണ്ണതയിൽ ഉൾക്കൊള്ളുവാനും
അതുമായുള്ള ബന്ധത്തിൽ അനുദിനം വളരുവാനും നമുക്ക് ഇടയാകുമെന്നതിന് എനിക്ക് യാതൊരു സംശയമില്ല. അതേസമയം നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ വളരെ ചെറുതാണെങ്കിൽ, കപ്പലിൻ്റെ മുട്ടായി മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മുടെ വ്യക്തിത്വം അതുപോലെ ആയിത്തീരും എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇത് സംഭവിക്കാതിരിക്കാൻ നമ്മുടെ ബോധതലങ്ങൾ വളരെ ആവശ്യമുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ആധുനിക മനുഷ്യൻ അങ്ങനെയുള്ള അനുഭവം, ആത്മീയമായ ബോധതലങ്ങൾ വളരുവാനുള്ള സാഹചര്യം വരുമ്പോൾ, അയ്യോ ഇത് കൂടിപ്പോയി, എനിക്കിത് വേണ്ടായേ, എടുക്കാൻ പോയേ, ഭാരമായേ, തലച്ചോറ് പോകുന്നേ, എന്നോട് പൊറുക്കണേ എന്നും പറഞ്ഞൊരൊറ്റ ഓട്ടമാണ്. ഇതെനിക്ക് മനസ്സിലാകുന്നില്ല. ബാക്കി എന്തിനും സമയമുണ്ട്, ക്ഷമയുണ്ട്, അധ്വാനിക്കാൻ മനസ്സുണ്ട്. പക്ഷേ വികസിക്കുന്ന, ഉള്ളിൻ്റെ ആഴങ്ങൾ ഉണരുന്ന ആ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇത്രമാത്രം മടി കാണിക്കുന്നത്, ഭയക്കുന്നത്? കാര്യം മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ ജീവിത അവസ്ഥകളിൽ അത് കാര്യമായ മാറ്റം വരുത്തുവാൻ നമ്മെ ഹേമിക്കുമെന്നതുകൊണ്ടാണ് നാം അത് അങ്ങനെ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും ഇപ്രകാരമുള്ളൊരു നിഷേധാത്മകത അനുഭവിക്കുന്നത് എന്ന് മാത്രം ഒന്ന് സൂചിപ്പിക്കാൻ മാത്രമേ സമയമുള്ളല്ലോ. ഏതായാലും വളരെ ഉദാത്തമായൊരു ദർശനമാണ് യേശുവിടെ പങ്കിടുന്നത്. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. നാം ആരാണ്? നാം ഭൂമിയുടെ ഉപ്പാണ്. നാം ആരാണ്? നാം ലോകത്തിൻ്റെ വെളിച്ചമാണ്. നാം ആരാണ്? ദൈവം ഈ ലോകത്തിലെ നിർണായകരമായ അസ്തിത്വമാണ് എന്ന് ലോകം അറിയാൻ ഇടയാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുവാൻ വിളിച്ചാക്കപ്പെട്ട പ്രത്യേകതയുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് നാം. ഏവർക്കും നമസ്കാരം.